ശ്രീകൃഷ്ണൻ വെച്ച് ആരാധിച്ചിരുന്ന 4 വിഗ്രഹങ്ങളാണ് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ എന്നാണ് ഐതിഹ്യം വരുന്നത്. കൂടൽമാണിക്കായാലും ഏതാണ്ട് കേരളത്തിൽ പേരെടുത്ത ക്ഷേത്രമാണ്. തൃപ്പയാറായാലും അങ്ങനെ തന്നെ. മൂഴിക്കുളത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പായമ ക്ഷേത്രത്തിനെ കുറിച്ച് വളരെ റയറായിട്ടുള്ള ആൾക്കാർക്കേ അറിയുള്ളൂ. ഇത് ആദിത്യ മര്യാദയുള്ള ഒരു ദേവനായിട്ടാണ് കാണുന്നത്. അപ്പം ആ ഒരു ഇത് കൊണ്ട് ഇവിടെ പ്രസാദൂട്ടാണ് നല്ല രീതിയിൽ ഈ കർക്കിടകം 31 ദിവസവും നടക്കും. വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ സുദർശന പുഷ്പാഞ്ജലിയാണ്, ശത്രു സംഹാര മന്ത്രാർച്ചന എന്ന് പറഞ്ഞിട്ടുള്ള ഇത് രണ്ടാണ് പ്രധാനപ്പെട്ടത്. ശത്രുവിൻ്റെ കൂടെ കൂട്ടുപ്രതിഷ്ഠയില്ല. ആകെയുള്ളത് ഈ ക്ഷേത്ര നിർമ്മിതിയോടുകൂടി തന്നെ ഒരു വിഘ്നേശ്വരൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. ചേട്ടാ നമസ്കാരം. കർക്കിടക മാസത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയാറുള്ളത്. നാലമ്പല ദർശനങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് ശത്രുഘ്ന ക്ഷേത്രം എന്ന് പറയുന്നത്. പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും പ്രത്യേകതകളും എന്തൊക്കെയാണ്? യാദവകുലം യുദ്ധത്തിൽ നശിച്ചു പോവുകയും അതിനുശേഷം ദ്വാരക കടലെടുത്ത് പോവുകയും ചെയ്തെന്നാണ് ഐതിഹ്യം. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണനായി ദ്വാര കടലെടുത്ത് പോയതിന് ശേഷം ഒത്തിരി നാളുകൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം അന്ന് ശ്രീകൃഷ്ണൻ വെച്ച് ആരാധിച്ചിരുന്ന 4 വിഗ്രഹങ്ങളാണ് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ എന്നാണ് ഐതിഹ്യം വരുന്നത്. പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ വിഗ്രഹങ്ങളെല്ലാം ഒരു ശ്രീകൃഷ്ണ ഭക്തനായ വാഗയിൽ കൈമൾ എന്ന് പറയുന്ന ഒരു നാട്ടുപ്രമാണിക്ക് ഇവിടെ അടുത്ത് ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള കഴിമ്പ്രം എന്ന് പറയുന്ന ഒരു അറബിക്കടലിൻ്റെ തീരത്തുനിന്ന് കണ്ടുകിട്ടി എന്നാണ് ഐതിഹ്യം. അദ്ദേഹം അത് വിധിപ്രകാരം പ്രതിഷ്ഠിച്ച 4 സ്ഥലങ്ങളാണ് തൃപ്പയാറ്, ഇരിങ്ങാലക്കുട, മൂഴിക്കുളം, പായമ്മൽ. ഇപ്പോൾ ദശരഥൻ്റെ പുത്രന്മാരായ 4 പേരിലെ ഏറ്റവും ഇളയ മകനാണ് ശത്രുഘ്നൻ. അങ്ങനെയാണ് പായമ്മൽ പ്രതിഷ്ഠ നടത്തിയതും. ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ അത് അതിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ മനസ്സിലായി വന്നിട്ട് നോക്കുമ്പോഴാണ് ഇത് ഇന്ത്യ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം ജനങ്ങൾക്കും നാടിനും നാട്ടുകാർക്കൊക്കെ മനസ്സിലായത്. പിന്നെ അങ്ങനെ ഒരു നാട്ടുകാർ ഇതിന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ഉയർന്ന് ഈ നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ വരികയാണ് ചെയ്തത്. അതിൻ്റെ ഭരണം സേവാസമിതി എന്ന് പറയുന്ന പായമൽ ദേശവാസികളുടെ ഒരു സമിതിയിൽ ഇതിൻ്റെ ട്രസ്റ്റി ഉണ്ട്. അത് നെടുമ്പള്ളി തരണല്ലൂർ മന എന്ന് പറയുന്ന ആ മനയുടെയും അവരുടെ 3 ആളും ഇവിടുത്തെ 4 ആളും കൂടിയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അവർ മാനേജിങ് കമ്മിറ്റി. അതാണ് പായമ ദേവസ്വം. ചെയർമാൻ നെടുമ്പള്ളി തരണല്ലൂർ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ നാട്ടുകാരുടെ സഹകരണവും കൊണ്ട് മാത്രമാണ് ക്ഷേത്രം ഇത്രയും നല്ല രീതിയിൽ വന്നു ചേർന്നത്. ഇട ദിവസങ്ങളിലെല്ലാം വരുമാനം കുറവും ആളുകൾ വരവ് കുറവാണെങ്കിലും കർക്കിടകത്തിന് നല്ല രീതിയിലുള്ള ജനങ്ങളും നല്ല ക്രൗഡാണ്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ചുരുങ്ങിയതൊരു 10,000 ആളിൽ താഴെയുള്ള ആളുകൾക്ക് ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. അന്നദാനം എന്ന് പറയുമ്പോൾ ഈ അന്നദാനത്തിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തിന്. ദശരഥ മഹാരാജാവ് നടത്തിയ യാഗത്തിൽ ഒരേ കാര്യങ്ങൾ, അതിഥികളെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് രാമൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുക. അതിനകത്ത് അക്കോമഡേഷനും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇളയ സഹോദരനായ ശത്രുഘ്നെ ഏൽപ്പിച്ചു. ശത്രുഘ്നൻ അത് ഭംഗിയായിട്ട് നടത്തി. അതിനുശേഷം ശത്രുഘ്നനെ ഈ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടും ആദിത്യ മര്യാദയുള്ള ഒരു ദേവനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഇത് കൊണ്ട് ഇവിടെ പ്രസാദൂട്ടാണ്
നല്ല രീതിയിൽ ഈ കർക്കിടം 31 ദിവസവും നടക്കും. അതിനൊത്തിരി ജനങ്ങൾ അതിന് സംഭാവനയും സ്പോൺസർ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊരു വലിയ പുണ്യമായിട്ട്, അന്നദാനം മഹാദാനം എന്നല്ലേ പറയാറ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും വളരെ ഇതായി വരുന്ന ഒരുവിധം ജനങ്ങൾക്ക് മുഴുവൻ നമുക്ക് കഴിയാവുന്ന രീതിയിൽ പറ്റുന്നവർക്ക് എല്ലാവർക്കും ഉച്ചഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ദേവരുടെ കടാക്ഷം കൊണ്ട് നടന്നു പോകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഈ ശത്രുഘ്ന ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളും ഉത്സവങ്ങളും ഒക്കെ എന്താണ്? മാർച്ച് മാസത്തിലാണ് ഉത്സവം. ഉത്സവം ഒരുവിധം തിരക്കേടില്ലാത്ത രീതിയിൽ നടത്താറുണ്ട്. പിന്നെ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ സുദർശന പുഷ്പാഞ്ജലിയാണ് ഉണ്ട്, ശത്രു സംഹാര മന്ത്രാർച്ചന എന്ന് പറഞ്ഞിട്ടുള്ള ഇത് രണ്ടാണ് പ്രധാനപ്പെട്ടത്. പിന്നെ കർക്കിടകം അല്ലാത്ത ദിവസങ്ങളിൽ, കർക്കിടക മാസമുള്ള ഈ മാസം അല്ലാത്തപ്പോൾ ശത്രു സംഹാര ഹോമം നടക്കാറുണ്ട്. അതിന് ഒത്തിരി ജനങ്ങൾ അത് വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തിൽ 2-3 ഹോമങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മേശാന്തിര അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അത്രയാണ് ഇത്. പിന്നെ മറ്റുള്ള വഴിപാടുകളുണ്ട്. മീനൂട്ട് വരണ സാന്നിധ്യമുള്ളൊരു തീർത്ഥക്കോളാണ് ഇവിടുത്തെ. അപ്പോൾ മീനൂട്ട് കർക്കിടക മാസത്തിൽ ഒത്തിരി മീനൂട്ട് ജനങ്ങൾ കിട്ടാറുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നടക്കും. മീനൂട്ടിൻ്റെ പ്രാധാന്യം എന്താണ്? പ്രാധാന്യം ഈ വരുണ സാന്നിധ്യമാണ്. വരുണനാണല്ലോ മത്സ്യത്തിൻ്റെ ദേവൻ എന്നുള്ളത്. അപ്പം അത് ഉള്ള ഒരു തീർത്ഥക്കുളമാണ് നമ്മുടെ കുളം എന്നാണ് വിശ്വസിച്ചു വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മീനൂട്ട് അവർക്ക് അത് മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മീനൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഒത്തിരി ജനങ്ങൾ ഇവിടെ വരുന്നപ്പോൾ ഭക്തജനങ്ങൾ ഒരു പരിധി വരും ആളുകൾ ഈ കാര്യത്തിൽ. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഉണ്ട്. പിന്നെ മറ്റൊരു ക്ഷേത്രങ്ങളിലുള്ള മാതിരിയുള്ള പറകൾ, അങ്ങനെയുള്ള വഴിപാട് പുഷ്പാഞ്ജലികൾ, സുദർശന മറ്റേ ഗണപതി ഹോമം, ഇതെല്ലാം അത് നടക്കുന്നുണ്ട്. പ്രധാന വഴിപാടുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ശത്രുസംഹാരവും, ശത്രുസംഹാര മന്ത്രാർച്ചന, ശത്രുസംഹാര ഹോമം, സുദർശന പുഷ്പാഞ്ജലി. സുദർശന പുഷ്പാഞ്ജലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്നുള്ള ആ കോൺസെപ്റ്റിലാണ് അതിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത്. ഒത്തിരി അത് നടക്കുന്നുണ്ട്. പിന്നെ ദേവൻ എന്ന് പറഞ്ഞാൽ ആർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു മൂർത്തിയായിട്ടാണ്. നാട്ടുകാരുടെ ഈ വിശ്വാസവും വരുന്ന ജനങ്ങളുടെ വിശ്വാസവും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വന്ന അവസാനം ഇവിടെ വരുന്നതും അതുകൊണ്ടുണ്ട്. ഈ ചെറിയൊരു ഗ്രാമം, ഒരു ചെറിയ ഏരിയ, മറ്റുള്ള ക്ഷേത്രങ്ങളുമാതിരി വലിയ ഏരിയ ഉള്ള ക്ഷേത്രമല്ല, ചെറിയൊരു ക്ഷേത്രം, ചെറിയ ഏരിയ. എന്നിട്ടും ഞങ്ങൾക്ക് ഇതൊക്കെ കഴിയുന്നത് ഈ വിശ്വാസം തന്നെയാണത്. ഇത്രയും അവിടെ ഇത്രയും ക്രൗഡ് ഇവിടെ വരുമ്പോൾ ഈ ചുരുങ്ങിയ ഏരിയയിൽ നമ്മളത് മാനേജ് ചെയ്ത് പോകുന്നത്. ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ. ആ 1 വേ റോഡ് ഒന്ന് ബ്ലോക്കായി കഴിഞ്ഞു. ഇപ്പോൾ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. അത് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്നൊരു താൽക്കാലിക റോഡ് ഉണ്ടാക്കി തന്നു. അതും ആശങ്കയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ 10-15 ദിവസം കഴിഞ്ഞു ഭംഗിയായിട്ട് പോകുന്നുണ്ട് വാഹനങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ദേവരുടെ അനുഗ്രഹം എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ഇപ്പം ഈ പായമൽ ശത്രുഘ്ന ക്ഷേത്രം 4 അമ്പലങ്ങളിൽ ഒന്നായിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം അതെങ്ങനെയായിരുന്നു? ആദ്യം ഈ ക്ഷേത്രങ്ങളുടെ മഹാത്മ്യത്തിനെ കുറിച്ച് പണ്ഡിതന്മാർക്ക് മാത്രമേ അറിയപ്പെടുകയുള്ളൂ. ഒരു 76-80 കാലഘട്ടത്തിലൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യവും പ്രാതിനിധ്യമൊക്കെ മനസ്സിലാവുകയും അതിനുവേണ്ടി ജനങ്ങൾ പ്രയത്നിക്കും. മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പായമ 3 ക്ഷേത്രങ്ങളെ കുറിച്ച് അറിയായിരുന്നു. മറ്റ് കൂടൽമാണിക്കായാലും ഏതാണ്ട് കേരളത്തിൽ പേരെടുത്ത ക്ഷേത്രമാണ്. തൃപ്പയാറായാലും അങ്ങനെ തന്നെ. മൂഴിക്കുളത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പായമ ക്ഷേത്രത്തിനെ കുറിച്ച് വളരെ റയറായിട്ടുള്ള ആൾക്കാർക്കേ അറിയുള്ളൂ ഇത്. പിന്നെ അഷ്ടമംഗല്യ പ്രശ്നം, മറ്റ് പണ്ട് നമ്മുടെ തന്ത്രിയായിരുന്ന വലിയൊരുമേനി അതിനെക്കുറിച്ച് മുൻകൈ എടുത്ത് നമ്മൾ ജനങ്ങളായിട്ട് മുൻകൈ എടുക്കുകയും സേവാസമിതി ഉണ്ടാവുകയും ചെയ്ത് സേവാസമിതിയും തന്ത്രിയും കൂടി അങ്ങനെയൊക്കെ അതിൻ്റെ ഐതിഹ്യങ്ങൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഇതിൻ്റെ വലിയൊരുമേനിക്ക് അറിയായിരുന്നു. അപ്പം അതിൻ്റെ പ്രാതിനിധ്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ പിന്നെ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെ എൻ്റെ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഓർമ്മയിലില്ല എന്നുണ്ടെങ്കിലും ഒരു 30-25 വർഷം ആയിട്ടുള്ളൂ ഈ നാലമ്പലത്തിൻ്റെതായ പ്രാതിനിധ്യം ഇതും തുടങ്ങിയിട്ട്.
അന്ന് മുതൽ നാലമ്പലം എന്ന് പറഞ്ഞാൽ ഒന്ന് തുടങ്ങിയ മുതൽ തന്നെ ചെറിയ തോതിലായി ഇങ്ങനെ വന്ന് ഇപ്പം നല്ല രീതിയിലായി. ഇപ്പോൾ വളരെ ഈ ഒരു മാസം നല്ല ക്രൗഡാണ് ഇവിടെ. ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും കിട്ടുന്ന ഇവിടെ വരുന്ന വഴിപാടുകൾക്ക് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം വരുന്ന ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരേ വർഷം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ സംതൃപ്തരാണ്. ഇപ്പൊ പായമ്പ ശത്രുഘ്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകതകളെ കുറിച്ചൊന്ന് പറയാം. പഞ്ചലോഹ വിഗ്രഹമാണ് എന്നാണ് ഉള്ളത് വെപ്പ്. പിന്നെ ഈ ശത്രുഘ്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഇന്ത്യയിലും ധാരാളം ഉണ്ട്. പക്ഷെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏക പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ശത്രുവിന്റെ കൂടെ കൂട്ടുപ്രതിഷ്ഠയില്ല. ആകെ ഉള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഇതില് ഈ ക്ഷേത്ര നിർമ്മിതിയോടുകൂടി തന്നെ ഒരു വിഘ്നേശ്വരന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അത് വലിയ പ്രാധാന്യമായിട്ടാണ് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത്. അത് പൂജയുണ്ട്. പിന്നെ ബാക്കി ഇങ്ങനെ വേറെ ഉപദൈവങ്ങളെന്നും പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങൾ പുറത്തോ ഒന്നുമില്ല. ഞങ്ങൾ കണ്ടു തുടങ്ങിയ കാലം തൊട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒറ്റ പ്രതിഷ്ഠ. ഈ ഒറ്റ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ഞങ്ങൾ അറിഞ്ഞോടത്തോളം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ്. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ശ്രീരാമന്റെ കൂടെ ശത്രുഘ്നൻ, ലക്ഷ്മണന്റെ കൂടെ ശത്രുഘ്നൻ, അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഡീപ്പായിട്ട് അത് ഞങ്ങൾ അന്വേഷിച്ചിട്ടുമില്ല. അതാണ് ഇത് ഏകപ്രതിഷ്ഠയുള്ള ശത്രുഘ്ന ക്ഷേത്രം പായമ്മലാണ് എന്നുള്ള ഇതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നാട്ടുകാർക്കൊക്കെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ വേറെ എന്തും ഉള്ളൂ. ഉത്സവം മാർച്ച് മാസത്തിലാണ് നടക്കുന്നത്. പിന്നെ ലക്ഷാർച്ചനകൾ ഉണ്ടാവാറുണ്ട്. കർക്കിടകം ആണ് ടോപ്പ്. ജനങ്ങൾ മുഴുവൻ എല്ലാവരും കുഞ്ഞു കുട്ടി എല്ലാവരും കൂടിയുള്ള സഹകരണം. അല്ലെങ്കിൽ ഇവിടെ വരുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും സാലറിയൊക്കെ ആയിട്ട് പോകേണ്ടതാണ്. അതില്ല. ജനങ്ങളുടെ മുഴുവൻ സഹകരണം. എല്ലാ വീടുകളിലുള്ള സ്ത്രീകൾ വന്ന് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് സഹായം. അതായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ വിജയം എന്ന് പോലും. കാരണം ഇത്രയും ചെറിയൊരു ഏരിയയിൽ ഇത്രയും വലിയൊരു ക്രൗഡിനെ നിയന്ത്രിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദിവസേനയുള്ള പൂജാക്രമങ്ങളും ദർശന സമയങ്ങളും ഒക്കെ എങ്ങനെയാണ്? 5:30 തുറക്കും, 11:30 അടയ്ക്കും. സാധാരണ ദിവസങ്ങളിൽ 5:30 തുറക്കും, 11 അടയ്ക്കും. വൈകിട്ട് 5:30 തുറക്കും, 7:30 അടയ്ക്കും. അങ്ങനെയാണ് സമയം. കർക്കിടത്തിൽ അത് 5:30 കാലത്ത് തുറന്നാൽ 2:30 നമ്മൾ 2 മണിക്കാണ് നമ്മൾ ടൈം വെച്ചിരിക്കുന്നത്. പക്ഷെ 3:30 വരും ജനങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി തുറക്കും തിരക്കുള്ള ദിവസങ്ങളിൽ. 3:30 ശേഷം 4 മണിക്ക് തന്നെ വീണ്ടും തുറക്കും. ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അതിനൊക്കെ നമ്മളെ ഇവിടെയുള്ള ശാന്തിമാരായാലും മേശാന്തിയായാലും എല്ലാവരും തന്ത്രിയായാലും ഒക്കെ വളരെ സഹകരണമാണ് എല്ലാവരും. അങ്ങനെ ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ 9 മണിയാണ് നമ്മളെ ടൈം രാത്രി. പക്ഷെ ജനങ്ങളുണ്ടെങ്കിൽ 10 ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ 10:30 വരെയൊക്കെ തുറന്നു വെച്ചു. ഇവിടെ വരുന്ന ഭക്തന്മാരെ ആരെയും നിരാശപ്പെടുത്തി വിടാറില്ല. അങ്ങനെയൊക്കെ കർക്കിടക മാസം ഞങ്ങൾ മാനേജ് ചെയ്ത് പോകണത്.